സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷമാവുകയാണ്. സാഹിത്യ വിമർശകൻ, തത്വചിന്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം പ്രഗത്ഭനായിരുന്നെങ്കിലും പ്രഭാഷണമായിരുന്നു അഴീക്കോടിന് എല്ലാമെല്ലാം. മെല്ലെ തുടങ്ങി പല താളത്തിൽ പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രഭാഷണങ്ങൾ. വിഷയത്തിന്റെ ഗൗരവമനുസരിച്ചാണ് അഴീക്കോട് ശബ്ദമുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ കേരളം അത് ശ്വാസമടക്കി കേൾക്കുകയായിരുന്നു. ഉപനിഷത്തുകളുടെ സമഗ്ര പഠനമായ തത്വമസിയാണ് സുകുമാർ അഴീക്കോടിന്റെ മാസ്റ്റർ പീസ്. 6 പതിറ്റാണ്ടോളം വാക്കിന്റെ മാസ്മരികതയിൽ മലയാളികളെ കുരുക്കിയിട്ട സുകുമാർ അഴീക്കോട് സാംസ്കാരിക ലോകത്തുണ്ടാക്കിയ ശൂന്യത കാലത്തിന് പോലും മായ്ച്ചു കളയാനാകില്ല. അഴീക്കോടിന്റെ പ്രസംഗങ്ങൾ അല്ലേ, അദ്ദേഹത്തിന്റെ ശബ്ദം. അഴീക്കോട് മാഷിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അഴീക്കോട് മാഷിന്റെ പ്രസംഗം പലതവണ കേട്ടിട്ടുണ്ട്. അങ്ങനൊരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അഴീക്കോട് മാഷ് എനിക്ക് പ്രസംഗ മത്സരത്തിന് ജഡ്ജായി വന്നിട്ടുണ്ട്. ആണോ? PC അലക്സാണ്ടർ പ്രസംഗ മത്സരത്തിന്റെ സംസ്ഥാനതല മത്സരത്തിന് സുകുമാർ അഴീക്കോടും C രാധാകൃഷ്ണനുമായിരുന്നു. സമ്മാനം കിട്ടിയോ? അല്ല, ആ സെക്കൻഡ് പ്രൈസ് ആയിട്ട്. ആരായിരുന്നു ഒന്നാം സ്ഥാനത്ത്? ആരായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്? പ്രശാന്ത് വിജി എന്ന് പറയുന്ന, ഇന്ന് പക്ഷേ അദ്ദേഹം അഭിഭാഷകനാണ്, ഡൽഹിയിലാണ്. അപ്പോൾ മികച്ച ഈ വാഗ്മിത്വത്തിന് നമ്മൾ സാധാരണ ആരോഹണ അവരോഹണം സംഗീതത്തിലാണല്ലോ, അത് പ്രസംഗത്തിൽ വളരെ മനോഹരമായി ഉപയോഗിച്ചാണ്. നർമ്മമോ സാമാന്യമായ നർമ്മമാണ്, കുറിക്കൊള്ളുന്നതാണ്. അതായത് സുകുമാർ അഴീക്കോടിന്റെ വാക്ശരമേറ്റ പിന്നെ ജീവിച്ചിരുന്നിട്ട് കഥയില്ല, ആ അർത്ഥത്തിൽ അങ്ങ് തകർത്ത് കളയും. സുകുമാർ അഴീക്കോടിന്റെ ഒരു സാന്നിധ്യം ആ കാലഘട്ടത്തിൽ ഒരു അനിവാര്യതയായിരുന്നു എന്നുള്ളതാണ്. VS അച്യുതാനന്ദനൊക്കെ എമർജ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്, ഈ തിലകന്റെ ഒക്കെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ സിനിമാ മേഖലയിലെ കാര്യം പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇന്ത്യ വിഷനിലാണ്, വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞു. ഞങ്ങളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നു. EMS സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഏഷ്യാനെറ്റിൽ. അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ സുകുമാർ അഴീക്കോട് സംസാരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ഞാനും ഡോക്ടർ മുനീറും കൂടെ സുകുമാർ അഴീക്കോടിനെ കാണാൻ വേണ്ടി തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകുന്നുണ്ട്. അദ്ദേഹം ആദ്യം അതിന് സമ്മതിക്കുന്നു. പക്ഷേ ആ ഒരു കോൺവെർസേഷൻ്റെ അവസാനം മൂപ്പരത് ടോട്ടലി നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ആൾക്കൂട്ടത്തെ കാണാതെ വാക്കുകൾ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഡെലിവറി എന്ന് പറയുന്നത് ഈ ആളുകളുടെ എക്സ്പ്രഷനുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതെ, ആ ആരവമില്ലാതെ, ആ ആളുകളുടെ ഇളക്കമില്ലാതെ ആ സംസാരം എവിടെയോ മുറിഞ്ഞു പോകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. എന്നിട്ടത് വേണ്ടാന്ന് നോക്കുന്നു. അനർഗളമായി നിർഗളിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നത് അഴീക്കോടിന്റെ പ്രഭാഷണത്തിന് ശേഷം. ഞാനൊരിക്കൽ ഇങ്ങനെ തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലം, ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നടന്നു പോവുക. അപ്പോൾ ഈ കരകവിഞ്ഞ ആളുകൾ നിൽക്കുക എന്നുള്ള പ്രയോഗമില്ല. വെച്ചാൽ VJT ഹാളിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ കവിഞ്ഞിട്ട് റോഡിലൊക്കെ നിൽക്കുക. അപ്പം VJT ഹാളിനകത്ത് അഴീക്കോട് മാഷ് പ്രസംഗിക്കുക. അപ്പം അന്ന് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ശിവഗിരി മഠത്തിലെ സന്യാസിമാർ, ഈ സ്വാമിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം കിടന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് പ്രസംഗിക്കുന്ന ഒരു വരി എനിക്കിപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഈ നിരാഹാരം കിടക്കുന്നവർ സ്വാമിമാരല്ല, ആസാമിമാരാണ്. ഈ രീതിയിലൊക്കെയാ മൂപ്പറൊരു പ്രയോഗം. പരിഹാസ ശൈലിയുണ്ടല്ലോ, ഭയങ്കര കൈയുടെ ചലനം. നമ്മുടെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് മിമിക്കുകയും. ജയരാജ് വരെ അസാമാന്യമായി. പക്ഷേ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ കാലുവെച്ചിട്ടും പൊള്ളിപ്പോയി. അല്ല, അത് വളരെ ഏർലി സ്റ്റേജിലല്ലേ, പിന്നീട് അദ്ദേഹത്തിനൊരു പാർലമെന്ററി വ്യാമോഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. പിന്നാലെ നടന്നിട്ട് കോൺഗ്രസിന്റെ കടുത്ത വിമർശകനായി മാറി. ഒരു വശത്ത് അഴീക്കോട് മാഷും മറുവശത്ത് MN വിജയനുമായിരുന്നു അല്ലെ, ഒരു പ്രഭാഷണ കാലഘട്ടം. MN വിജയ മാഷിന്റെ ഒരു പ്രത്യേകത, എഴുത്ത് കുറവാണ്, പ്രഭാഷണങ്ങളാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഈ ഷൂബയൊക്കെ പിന്നീട് പ്രഭാഷണങ്ങളെ സമാഹരിക്കാൻ ഒരുപാട് ശ്രമം നടത്തി. സുകുമാർ അഴീക്കോട് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ആ പ്രയോഗങ്ങളുണ്ടല്ലോ, സുകുമാർ അഴീക്കോടുമായി ബന്ധപ്പെട്ട് പോലത്തെ പ്രയോഗം. പിന്നെ സുകുമാർ അഴീക്കോടുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഒരു ദിവസം ടെലിയിൽ, ഇന്ത്യ വിഷനിൽ തന്നെ ടെലിയിൽ വരികയാണ്. അപ്പോൾ മോഹൻലാൽ ഒരു പക്ഷത്ത് ഈ മലയാള സിനിമയിലെ ട്രേഡ് യൂണിയൻ്റെ ആരംഭമാണ്. മോഹൻലാൽ ഒരു വശത്ത്, സുകുമാർ അഴീക്കോട് വേറെ വശത്ത്. അതിനിടയിൽ തിലകൻ ഏതാണ്ട് പുറത്തേക്ക് പോകുന്നു. ആ ഘട്ടം വരികയാണ്. അപ്പോൾ ഒരു ദിവസം ടെലിയിൽ, മൂപ്പര് അന്നേരം ചർച്ചകളിലൊക്കെ വരുന്ന ആളാണല്ലോ, ടെലിയിൽ വരികയാണ്. അപ്പോൾ ഹാലൂസിനേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ്റെ വാക്ക് പെട്ടെന്ന് നമുക്ക് മലയാളത്തിൽ കിട്ടുമല്ലോ. ഞാൻ പോയി പെട്ടെന്ന് ഡിക്ഷണറി തുറന്നു നോക്കിയപ്പം അതിനകത്ത് ഏറ്റവും കടുപ്പമുള്ള വാക്ക് മതിഭ്രമം എന്നുള്ളതാണ്. ഹാലൂസിനേഷൻ ആരാ പറഞ്ഞത്? മോഹൻലാലാണ് പറയുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് മതിഭ്രമം എന്നുള്ള വാക്കാണ്. അത് തന്നെ ടിക്കറിൽ കൊടുത്തു, മതിഭ്രമം. സുകുമാർ അഴീക്കോടിന് മതിഭ്രമം, മോഹൻലാൽ. ഇതങ്ങ് കയറി അങ്ങോട്ടൊരു ഒറ്റ കത്തലാണ് ഈ ഒരു സംഭവമാകെ. അതിനുശേഷം പിന്നെ തരിപ്പടാക്കി കളഞ്ഞു സുകുമാർ അഴീക്കോട് എതിർപക്ഷത്തെ. പിന്നെ
വിഗ് വെച്ച് നടക്കുന്ന നടന്മാരെ കുറിച്ചൊക്കെ പിന്നെ വിഗായി മീശയായി, വാർത്താ സമ്മേളനം നടത്തി തകർന്നു പോയി. എറണാകുളത്താണെന്ന് തോന്നുന്നു, എറണാകുളത്തോടെ തൃശ്ശൂരാണെന്ന് അറിയില്ല. വാർത്താ സമ്മേളനം നടത്തിയാണ്. അത് പിന്നെ മോഹൻലാലിന് വലിയ ബുദ്ധിമുട്ടായി മാറി. അവസാനം അത് കോംപ്രമൈസിലേക്കൊക്കെ എത്തിക്കേണ്ടി വന്നു. നമുക്കൊരു ഇടവേള എടുത്താലോ? ഇടവേള കഴിഞ്ഞ് നമുക്ക് പത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. റിപ്പോർട്ടർ തുടങ്ങിയതിന് ശേഷമാണ് മരിച്ചത്. അതെ. ഞാനായിരുന്നു മരണ വാർത്ത വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ കയറിയിട്ട് വൈകുന്നേരം ഇറങ്ങിയത്. പക്ഷെ അഴീക്കോടിനെ പോലെ ഒരു കരുത്തനായ പ്രഭാഷകനെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. പ്രഭാഷകർ ഇപ്പോൾ ആളുണ്ട് കേട്ടോ. വളരെ നമ്മുടെ സുനിൽ പീളയുടെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയോ കേരളം വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രഭാഷകനാണല്ലോ സുനിൽ പീളയുടെ. അല്ല, അഴീക്കോടിന്റെ പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, അഴീക്കോട് തെരുവിൽ നിൽക്കുന്ന സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പ്രസംഗിക്കും. എന്നാൽ അതേസമയം തന്നെ ആ സാംസ്കാരിക ഔന്നത്യവും തത്വചിന്തയും അതിനകത്തുണ്ടാവുകയും ചെയ്യും. ലളിതമായ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ വിശദമാക്കുന്നത്. ആ രീതിയിൽ ഒരു മികച്ച അധ്യാപകനുമായി. മാത്രമല്ല ഒരു കോൺഗ്രസ്സുകാരനാണ് ആത്യന്തികമായിട്ട്. എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള പഴയ കോൺഗ്രസ്സുകാരൻ ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയുന്ന ഒരു നിലപാടുള്ള